അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം ഇന്ന് വസന്ത് കുഞ്ചിലെ വസതിയിലെത്തിക്കും. വൈകിട്ട് 6 മണിക്കാണ് എയിംസിൽ നിന്ന് ഭൗതിക ശരീരം വസതിയിലെത്തിക്കുക. ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും വസതിയിൽ അന്തിമോപചാരം അർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അന്തിമോപചാരം അർപ്പിച്ചേക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവരും അന്ത്യാഞ്ജലി അർപ്പിക്കും. നാളെയാണ് ദില്ലി AKG ഭവനിൽ പൊതുദർശനം. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. ശേഷം ഭൗതിക ശരീരം ദില്ലി എയിംസ് ആശുപത്രിയുടെ അനാട്ടമി വിഭാഗത്തിന് കൈമാറും. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ആദിൽ, ഇന്ന് വൈകിട്ടായിരിക്കും ഭൗതിക ശരീരം എയിംസിൽ നിന്ന് വസതിയിലേക്ക് എത്തിക്കുക എന്ന് മനസ്സിലാക്കുന്നു. മറ്റെങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? ഇന്നലെ 3:05 മരണപ്പെട്ട അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ശരീരം എംബാം ചെയ്ത് ദില്ലി എയിംസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് വസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. 6 മണി മുതൽ പൊതുദർശനമുണ്ടാകും. ഇന്ന് രാത്രി മുഴുവൻ മൃതദേഹം വീട്ടിൽ വസതിയിൽ തന്നെയാവും സൂക്ഷിക്കുക, പൊതുദർശനത്തിൽ തന്നെയാകും ഉണ്ടാവുക എന്നാണ് നിലവിൽ CPM പോളിറ്റ് ബ്യൂറോ അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണിവരെ 3 മണിവരെ CPMന്റെ ദേശീയ ആസ്ഥാനമായ AKG ഭവനിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം ദില്ലി എയിംസിലെ അനാട്ടമി വിഭാഗത്തിന് വൈദ്യപഠനത്തിനായി മൃതദേഹം വിട്ടുനൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് പൊതുദർശനം സംബന്ധിച്ചുള്ള സമയങ്ങളുടെ പട്ടിക. ഇന്ന് കൂടുതൽ ആളുകൾ ഈ പൊതുദർശനത്തിന് വേണ്ടി എത്തുമെന്ന വിവരം കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഇന്ന് വസതിയിലെത്തി പൊതുദർശനത്തിനെത്തിയേക്കും. ഒപ്പം ഗവർണർ ദില്ലിയിലുണ്ട്. ഗവർണർ ഇന്ന് വൈകുന്നേരം വസന്ത് കുഞ്ചിലെ വസതിയിലേക്ക് എത്തുമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ, കേരളത്തിലെ CPM നേതാക്കൾ കേരളത്തിലേക്ക് ഉടൻ തന്നെ പുറപ്പെടും. ഇന്ന് തന്നെ അവർ ദില്ലിയിലെത്തും. ദില്ലിയിലെത്തി ഈ സംസ്കാര ചടങ്ങ് എന്നൊന്നില്ല, പൊതുദർശനത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. നാളെ വൈകുന്നേരം 3 മണിക്ക് AKG ഭവനിൽ നിന്നും വിലാപയാത്രയായിരിക്കും ദില്ലി എയിംസിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ശ്രുതി, അതിൽ സീതാറാം യെച്ചൂരിയെ കുറിച്ച് ഓർക്കുമ്പോൾ സമാനതകളില്ലാത്ത നേതാവ്, വിപ്ലവ സൂര്യൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. CPMനെ സംബന്ധിച്ചോളം, കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചോളം ഏറ്റവും ജനകീയനായൊരു നേതാവ്. ആ നേതാവിൻ്റെ വിയോഗമാണ്, വിയോഗത്തിൻ്റെ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. എത്രത്തോളം നഷ്ടമാകും കേരള രാഷ്ട്രീയത്തിൽ സീതാറാം യെച്ചൂരി? ഒപ്പം ഇന്ത്യ സഖ്യം, ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ സീതാറാം യെച്ചൂരിയുടെ ആ ഒരു വിയോഗത്തെ ഇന്നലെ പല രീതിയിൽ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടിരുന്നു. AAP നേതാക്കൾ കഴിഞ്ഞ ദിവസം AKG ഭവനിലെത്തി. ഇന്നലെ വൈകുന്നേരം AKG ഭവനിലെത്തി, നേരിട്ടെത്തി അനുശോചനം അറിയിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ എന്ന് മാത്രമല്ല BJPയുടെ പോലും വ്യക്തിപരമായ സൌഹൃദങ്ങൾ കാത്തുസൂക്ഷിച്ച വിപുലമായ സൌഹൃദ വലയമുള്ള നേതാവായിരുന്നു. ഏറ്റവും പ്രധാനമായി CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കെ മരിക്കുന്ന ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി എന്നുള്ളതാണ് ചരിത്രം. ആ നിലയിൽ CPMന്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി അതിശക്തമായ വിജയം നേടുകയും ഒരു പ്രബല സംഘമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു തുടങ്ങുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം എന്നത് വളരെ പ്രധാനമാണ്. ഇന്നലെ 3:05 മരണം. കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് ന്യൂമോണിയെ തുടർന്ന് ദില്ലി എയിംസിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് പല ഘട്ടത്തിലും ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയും മരുന്നുകളോട് പ്രതികരിക്കുന്ന സാഹചര്യവും ഉണ്ടായെങ്കിലും ഇടയ്ക്ക് ആരോഗ്യസ്ഥിതി വളരെ വഷളാവുകയായിരുന്നു. പലതരത്തിലുള്ള മരുന്നുകൾ, പ്രത്യേക മരുന്നുകളും ഒക്കെ നൽകിയെങ്കിലും പക്ഷേ ശരീര മരുന്നുകളോട് പ്രതികരിക്കുന്ന സ്ഥിതിയായിരുന്നില്ല. ഏറെക്കുറെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രരിയും ഒപ്പം MV ഗോവിന്ദനും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ എത്തിയിരുന്നു ദില്ലിയിൽ. അപ്പോഴേക്കും ഏകദേശം ഒരു ധാരണ, ഇനിയൊരു തിരിച്ചുവരവുണ്ടാകുമെന്ന ചോദ്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം 3:05 മരണപ്പെടുകയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം 3 ദിവസത്തേക്ക് ഒരു ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രാദേശിക തലത്തിൽ ബ്രാഞ്ചുകളിൽ ദുഃഖാചരണ പരിപാടികൾ, അനുസ്മരണ യോഗങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും വലിയൊരു വിടവായിരിക്കും. അത് പ്രധാനമന്ത്രിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വാചകങ്ങളിൽ തന്നെയുണ്ട്. അനുശോചനം അറിയിപ്പിച്ചുകൊണ്ടുള്ള ഇന്നലെ നടത്തിയ പ്രതികരണങ്ങളിൽ തന്നെയുണ്ട് എന്തായിരുന്നു സീതാറാം യെച്ചൂരി എന്നുള്ളത്. പ്രധാനമന്ത്രി പറഞ്ഞത് ഇടതുപക്ഷത്തെ നയിച്ച വെളിച്ചമാണ് സീതാറാം യെച്ചൂരി എന്നതാണെങ്കിൽ, രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇന്ത്യയെ ആഴത്തിലെറിഞ്ഞ വളരെ ഇന്ത്യയെക്കുറിച്ച് ധാരണയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സീതാറാം യെച്ചൂരി എന്നുള്ളതായിരുന്നു. ഈ നിലയിൽ സീതാറാം യെച്ചൂരിയുടെ ഒരു വിടവ് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല.